പിന്നെ എന്റെ ദൈവം, പിന്നെ എന്റെ മനസ്സൂർ, പിന്നെ എന്റെ സഹായം, പാലക്കാട് ജാമ്യച്ചൻ, അങ്ങനെ നിരവധി പേരും എന്നെ കുറെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും. ഉണ്ണിക്കണ്ണൻ, എന്തായാലും അവിടെ തന്നെ നിൽക്കാം. നമുക്ക് ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. അതായത് എന്റെ പുണ്യാളൻ എന്റെ വിജയണ്ണനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ വിജയ് ഫാൻസിന് ഏറ്റവും അധികം ഒരു നെഞ്ചുവേദന തരുന്ന ഒരു വാർത്തയാണ് തന്നത്. അത് ശരിക്കും വളരെ നല്ല കാര്യത്തിനാകാം. വിജയണ്ണൻ മൂവീസ് നടത്തുകയാണ് അല്ലെ. നമുക്ക് ഇനി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ അല്ലെങ്കിൽ ആ ഒരു ആഘോഷത്തിനുള്ള ദിവസങ്ങൾ നമുക്ക് ഇനി ഉണ്ടാവില്ല വിത്ത് അനദർ മൂവി. അപ്പൊ എന്ത് തോന്നുന്നു? ഹൗ ഡു യു സീ ഇറ്റ്? എങ്ങനെ, വിഷമമാണോ അതോ സന്തോഷമാണോ? കൂടുതൽ നല്ല കാര്യങ്ങളിലേക്ക് വിജയണ്ണൻ പോകുന്നു എന്നുള്ള സന്തോഷമാണോ? ഹൗ ഡു യു ഫീൽ? സത്യം പറയണേ, എനിക്കിത് വിഷമമുണ്ട്. പക്ഷെ എന്തായാലും വിജയ് സാറിന്റെ ഈ പടം ഭയങ്കര ഇതാവും. പിന്നെ വിജയ് സാർ അടുത്ത മുഖ്യമന്ത്രി തമിഴ്നാട്ടില്. ഇളിയ തലമതി അടുത്ത മുഖ്യമന്ത്രി, അത് ഉറപ്പാ, അതിലൊരു സംശയമില്ല. അതെ, നമുക്ക് ഒക്കെ പ്രാർത്ഥിക്കാം. വളരെ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു കേൾക്കാമോ? നനച്ച വണ്ടിക്കാരൻ നനച്ചെടുത്ത പോകാൻ முடியாது. அதுக்காக நம்ம கொஞ்சம் பார்த்துக்கோங்க, நிதானம். அப்பதான் அந்த வண்டி வரும், அப்பதான் நம்ம அந்த இடத்துக்கு போக முடியும். உஸ்பேத்தினவருக்கு டொம்முன்னு கடுப்பேத்தினவருக்கு கம்மனிருந்த வாழ்க்கை கம்மன்னு போவா. கிரி எடுத்துக்கு எவ்வளவு வேணும் கணம் இருக்கா, ஆனா அந்த கணம் தலைக்கு இருக்க கூடாது. ஆனா ஒரு விஷயம் எதிர்க்கிறது இல்ல. அப்ப நீங்க போற வழி கரெக்ட் தான். ഉണ്ണിക്കണ്ണൻ, ഇവിടെ ഒരുപാട് പേര് ഒന്നുകൂടെ ഉണ്ണിക്കണ്ണന്റെ സ്കൂൾ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പഠന കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു പുണ്യാളന്റെ അല്ലെങ്കിൽ വളരെയധികം ജീവിതത്തിന് സ്പർശിച്ച ഒരു ടീച്ചർ. ഉണ്ണിക്കണ്ണൻ ആകെ 4ാം ക്ലാസ് വരെ പോയിട്ടുണ്ടോ? എനിക്ക് സാഹചര്യം കൊണ്ട് പഠിക്കാൻ പറ്റില്ല. ഉണ്ണിക്കണ്ണൻ 4ാം ക്ലാസ്സുകാരന് ഈ കോളേജിൽ ഇവിടെ വരണമെങ്കിൽ എന്നും എഴുതി വെച്ചൊരു പുണ്യാളൻ ശക്തിയാണ്. പിന്നൊരു കാര്യം കൂടെ എനിക്ക് പറയണ്ടേ, നമ്മൾ ജനിക്കുമ്പോ ഒന്നുമില്ലാതെ വരുന്നത്, മരിച്ചു പോകുമ്പോൾ നമ്മൾ ഒന്നുമില്ലാതെ പോകരുത്. ഈ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ ജീവിതം, പിന്നെ മരിച്ചു പോകുന്ന സമയത്ത് ദൈവം നരകത്ത് പോകുന്ന പറയും, സ്വർഗത്ത് പോയിട്ട് നമ്മളെ ചേർത്തി പിടിക്കണമെങ്കിൽ ഈ ലോകത്ത് എന്ത് സാഹചര്യം കൊണ്ടോ അവിടേക്ക് നമ്മൾ എത്തിപ്പെടണം. പിന്നെ എനിക്കൊരു ചെറുപ്പത്തല്ല ഒരു കുറച്ചു മുന്നേ വാടകയ്ക്കായിരുന്നത്. വാടകയ്ക്ക് ഇരുന്നപ്പോ എനിക്കൊരാളൊരു പനിയും തന്നിരുന്നു. ആ പനിയും ഞാനിട്ടൊരു കാണുന്ന നിൽക്കുമ്പോ ആ പനിയിൽ നിന്നാണ് പറഞ്ഞു, ഇത് ഞാൻ തന്ന പനിയിലാണല്ലോ എന്ന്. അപ്പോ ജീവിതത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ഉടുക്കാൻ ഡ്രസ്സോ അല്ലെങ്കിൽ ഒരു നല്ല ഷർട്ടോ ഇല്ലെങ്കിൽ ചോറ് വലിക്കണോ, ഒരു കൂരയുടെ താഴെയാണെങ്കിൽ ഇരിക്കണമെങ്കിൽ ഒരു നേരത്തെ അന്നം ചമ്മന്തിയോതും ഉപ്പിലിട്ടോ മാങ്ങയാണെങ്കിൽ നിങ്ങൾ ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആ കണ്ണീരിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച് ആ കണ്ണീരിന്റെ വിഷമത്തിൽ നിങ്ങളത് സങ്കടപ്പെട്ടിരുന്നെങ്കിൽ നാളെ നിങ്ങൾ ഈ 4ാം ക്ലാസ്സുകാരെ ഉണ്ണിക്കണ്ണ മന്ത്രം ഇവിടെ നിൽക്കാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്ക് എന്നെ വെച്ച് വലിയ ഉയരത്തിൽ എത്തിപ്പെടാൻ പറ്റും. അതിൽ ഒരു സംശയമില്ല. പിന്നെ ഈ ഇടയ്ക്ക് ഒരു ജിമ്മിലേക്ക് പോവാണ്. അപ്പൊ ഇതെന്താ കാരണം പറഞ്ഞാൽ, ഞാൻ ഇപ്പൊ 117 കിലോണ്ട്. അച്ഛൻ ഡാമിൽ മീൻ പിടിക്കാൻ പോകും. ആ മീൻ പിടിക്കാൻ പോണ മീൻ കറി, മീൻ വറുത്തൊരു 10-13 പീസ് 12 വറുത്തത് കഴിച്ചിട്ട് വീട്ടിൽ കിടന്നുറങ്ങി തടി കുറയില്ല. അതിനുവേണ്ടി വർക്കൗട്ട് ചെയ്യണം, നമ്മൾ കഷ്ടപ്പെടണം. വെറുതെ പിന്നെ കാലത്ത് ഉറങ്ങി എണിക്കുമ്പോ 5 മണിക്ക് എണിച്ചിട്ട് അലറം വെച്ചിട്ട് 6 മണി വരെ 1 മണിക്കൂറും കൂടെ കിടക്കാൻ പറഞ്ഞു. അങ്ങനെ നാളെ ലോട്ടറി പോലെ ആകരുത്. എന്ത് കാര്യത്തിന് വേണമെങ്കിലും നമ്മൾ അതിനെ വർക്കൗട്ട് ചെയ്ത് എന്താ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും അവിടെ എത്തിപ്പെടുന്ന ഒരുതുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞത് ബാക്കിയും കൂടി പറയാം. എൻ്റെ ഒരു കൂട്ടുകാരി ഇടയ്ക്ക് മരിച്ചു. ആൾ ഒന്നും ആകണ്ട അവരുടെ ഡിപ്രഷനില്. പക്ഷെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ആകണ്ട. വിജയണ്ണൻ പറയുന്ന പോലെ നിങ്ങൾ പോറ വഴിയിൽ എതിർക്കരുതില്ല. അപ്പൊ നിങ്ങൾ പോറ വഴി കറക്റ്റ്. അപ്പോ എന്തെങ്കിലും ജീവിതത്തില് എൻ്റെ അനിയന്മാരായിക്കോട്ടെ, അനിയത്തിമാരോ, ഏട്ടന്മാരോ, ചേച്ചിമാരോ, ഉണ്ണിമാരോ, അച്ഛനമ്മമാരാണെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് നിങ്ങളൊക്കെ മനസ്സൊന്ന് നീറിയിട്ടുണ്ടെങ്കിൽ, ആ കണ്ണ് കലങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്ന വഴികളാണ്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉണ്ണിക്കണ്ണ ഈ 4ാം ക്ലാസ്സുകാരന് ഓർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരും ഒന്നും ചെയ്യില്ലല്ലേ. ലക്ഷ്യത്തെത്തുമ്പോഴും നിങ്ങൾ സ്ഥാനത്ത് നോക്കി നിങ്ങൾ വൈകിട്ട് കിടക്കുമ്പോ എന്നെ പുണ്യാളായിട്ട് എനിക്കൊരു ഫോൺ കോൾ വരും. അതെന്റെ മൻസൂറാണ്. അവര് കുറെ ആള് വിളിക്കും. അപ്പോ എന്ത് തകർച്ചയിലും നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട ദൈവം അവിടെ എത്തിക്കും.
പിന്നെ എനിക്കൊരു കാര്യം പറയാം, ഇന്നലെ എൻ്റെ അമ്മാവൻ മരിച്ചുപോയി. എന്നിട്ട് പോലും ഞാൻ പറയും, നിങ്ങൾ ഒരാളെങ്കിലും എന്നെ കാണാൻ വന്നെങ്കിൽ ഞാനിവിടെ എത്തിപ്പെടേണ്ട ഒരു നിയോഗമായിരിക്കും. ഇന്ന് എൻ്റെ അമ്മാവൻ ഇവിടെ നിന്ന് ഇത് കാണുന്നുണ്ടാവും. അപ്പോൾ എൻ്റെ അമ്മാവനെ കൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞു, എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് പ്രാർത്ഥിക്ക് പറഞ്ഞു. അപ്പം എൻ്റെ അമ്മാമൻ ആദ്യം പറഞ്ഞത്, എനിക്ക് പഠിപ്പും വിവരമില്ല, എങ്ങനെ കിട്ടുന്നു? എൻ്റെ അമ്മാമ്മ പറഞ്ഞ ഒരൊറ്റ മോട്ടിവേഷന്റെ വാക്കിലാണ് ഉണ്ണിക്കണ്ണം അങ്ങനെ നിൽക്കാൻ പറ്റിയെങ്കിൽ. അപ്പോ നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മയാണെങ്കിൽ നമ്മുടെ വീട്ടുകാരായിരിക്കും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളതൊരു പുണ്യാളന്റെ വാക്കായി, പുണ്യാളനെ പോലെ നമ്മളെ വാക്ക് ഉള്ളിലെ അത് പുണ്യാളനായിരിക്കും നമ്മുടെ ആഗ്രഹം, നമ്മുടെ വാശി. അതാണെങ്കിൽ നമ്മളവിടെ എത്തിപ്പെടും, എത്തിയിരിക്കും. ആരെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമോ തകർച്ചകളോ വന്നാൽ എവിടെയും ഒന്നും ഓർത്ത് സങ്കടപ്പെടാതിരിക്കുക. അവിടെ നമ്മൾ എത്തിപ്പെടും. അതാണ് സത്യം, നിയോഗങ്ങൾ എഴുതി വെച്ചത്. സംഭവിച്ചു കഴിഞ്ഞാലും നമ്മുടെ വിജയ് സാർ, നമ്മുടെ വിജയണ്ണൻ മുഖ്യമന്ത്രി ആയിരിക്കും തമിഴ്നാട്ടിലേതാ. ഇൻ ദാറ്റ് കേസ് ഒരു 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 അവസരം വരികയാണ്. നമുക്ക് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ എന്തും നേടിയെടുക്കാമെന്ന് ഉണ്ണിക്കണ്ണൻ പറഞ്ഞല്ലോ. അപ്പൊ കൂടെ അദ്ദേഹത്തിന്റെ ക്യാബിനറ്റ് ഓഫ് മിനിസ്റ്റേഴ്സിൽ ഒരു മിനിസ്റ്റർ ആക്കാൻ ഉണ്ണിക്കണ്ണന് ഒരു കോള് വന്നു എന്നിരിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ മിനിസ്റ്റർ ആവാനാണ് ആഗ്രഹിക്കുന്നത്? എനിക്ക് ഈ ചേച്ചി ഇപ്പൊ ചോദിച്ച ഒരു വാക്ക്, ഈ 4ാം ക്ലാസ് വരെ ഉണ്ണിക്കണ്ണൻ മങ്ങണ്ടാം രാഷ്ട്രീയത്തിൽ ഇറങ്ങാനല്ല, വിജയ് സാറിനോട് ആ സ്ക്രീനിന്റെ ബാക്കിൽ നിൽക്കാനാണ് എനിക്ക് ആഗ്രഹം. എനിക്ക് രാഷ്ട്രീയക്കാരനാണ്, എനിക്ക് അറിയുന്ന രാഷ്ട്രീയം എന്താണെന്ന്. എനിക്ക് വേറൊരു കാര്യം കൂടെ പറയണ്ടേ, ഇത് കേൾക്കുന്ന മറ്റു നടന്മാരും നടീനടന്മാരും തമിഴിലൻ ലാലേട്ടൻ, മമ്മൂക്ക, സുരേഷ് ഏട്ടൻ, ദിലീപേട്ടൻ, രാജുവേട്ടൻ, ആസിഫിക്ക, ടോവിൻ ചേട്ടൻ, എല്ലാ നടീനടന്മാരിനോട് തമിഴിൽ സൂര്യ സാറ്, ചിമ്പു സാറ്, രജനി സാറ്, പിന്നെ വിക്രമണ്ണൻ, ഡാനിഷ് അണ്ണൻ, നമ്മുടെ ചിമ്പു അണ്ണൻ, എല്ലാവരിനോട് അഭിനയിക്കണം. തെലുങ്കിലാണെങ്കിൽ അല്ലു അർജുൻ സാറ്, പിന്നെ പ്രഭാസ് സാർ, എല്ലാവരിനോട് ഉണ്ണിക്കണ്ണൻ അഭിനയിക്കണം. എനിക്ക് തമിഴ് മലയാളം അറിയുള്ളൂ, എല്ലാ ഭാഷയിലും അഭിനയിക്കണം. ഉണ്ണിക്കണ്ണൻ ഒരിക്കലും രാഷ്ട്രീയത്തിലേക്ക് എനിക്ക് ചിന്തയില്ല. എനിക്ക് വിജയ് സാറിന്റെ കൂടെ 69 സ്ക്രീനിന്റെ ബാക്കിൽ നിൽക്കുന്ന ആഗ്രഹം. കാണാൻ പറ്റില്ല. ഇനിയിപ്പോ ചെയ്തത് പുതിയ പടം പുഞ്ചിരിമറ്റ തെട്ടിക്കോരയും മഴവില് മനോരമയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് തന്നെ വിജയ് സാറിന്റെ പടത്തിന്റെ ലൊക്കേഷനിലേക്ക് പോകും. ആ ഒരു ചോദ്യം കൂടെ ചോദിക്കണമെന്നുണ്ടായിരുന്നു ഉണ്ണിക്കണ്ണൻ. ഒരു മിനിറ്റ്, ഇന്നലെ എന്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വിജയ് സാറിന്റെ 69ാമത്തെ പടത്തില് ഒരു മലയാളിയായ ഒരാളിന്റെ കൂടെ ഒരു മലയാളി മേക്കപ്പ് മാനും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അത് നമുക്ക് പരിചയമുള്ള ആളാണ്, ആളുടെ നമ്പർ തരാ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അതും നടന്നില്ലെങ്കിൽ ഞാനൊരു കാര്യം ഞാൻ നിങ്ങളെ കൊണ്ട് വീഡിയോയിലും ഇന്റർവ്യൂകളും പറഞ്ഞ വാക്കുണ്ട്. ഉണ്ണിക്കണ്ണൻ ഒരു വാക്കുള്ളൂ, അതിലൊരു മാറ്റമില്ല. എന്റെ വീട്ടിൽ അവിടുന്ന് വിജയണ്ണന് ഫോട്ടോ ഇട്ടിട്ട് ഞാൻ ചെന്നൈ വരെ നടക്കും, അതിലൊരു മാറ്റമില്ല. എന്തായാലും വിജയണ്ണനെ ഞാൻ കണ്ടിരിക്കും. അത് ആഗ്രഹമാണ്. എല്ലാവരും പറയും ഉണ്ണിക്കണ്ണൻ വൈറലാകാൻ വേണ്ടി ചെയ്തത്. പുഞ്ചിരിമറ്റ തെട്ടിക്കോര ചെയ്ത് ഇനിയിപ്പോ ബാലസാർ ഒരു വേഷം തരാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്തത് മാർക്കിന്റെ പടത്തിലൊരു വേഷം പറഞ്ഞിട്ടുണ്ട്, ഇനി ഒരു തമിഴും. അപ്പൊ ഈ 4ാം ക്ലാസ്സുകാർ ഇത്രയും പറ്റുകയാണെങ്കിൽ നിങ്ങൾക്കും പറ്റും. അപ്പൊ എന്റെ പെങ്ങന്മാരും എന്റെ അനിയന്മാരും ഒന്ന് ആലോചിച്ചോ, എന്തുണ്ടോ എന്തില്ലയോ എന്നല്ല നോക്കേണ്ടത്. നിങ്ങൾ എത്ര വിഷമവും കഷ്ടപ്പാടും വന്നാലും ആരെന്ത് പറഞ്ഞാലും ആ മനസ്സില് വാശിയും വൈരാഗ്യം ഒന്നുമല്ല, സന്തോഷമായിരിക്കുക. എല്ലാവരും നല്ല കോൺഫിഡൻസ് ആയിട്ടിരിക്കുക. ഞാൻ 4 വരെ പോലെ ഇംഗ്ലീഷ് അറിയുന്ന പോലെ പറയാം. അപ്പൊ ചോർന്ന് ഒരിക്കലും ഓലപ്പുരയിൽ ഇരിക്കുകയാണെങ്കിൽ ഇടാനൊരു ഡ്രസ് ഇല്ലെങ്കിലും സങ്കടപ്പെടാതിരിക്കുക. നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ദൈവം കൊണ്ടുതരും. അതിനുവേണ്ടി വർക്കൗട്ട് ചെയ്യുക, എത്തിപ്പെടും. നിങ്ങള് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ ഈ 4ാം ക്ലാസ്സുകാരനെ ആലോചിച്ച് നിങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ ഈ അടുത്തൊരു മുണ്ട എന്റെ ഫ്രണ്ട് വാങ്ങി തന്ന മുണ്ടാണ്. അത് എല്ലാവരുടെ വാങ്ങല്ലേ, നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടതാണ് ഇത്. അപ്പോ ആരും ഒന്നുമില്ല പറഞ്ഞ എന്റെ പണ്ടെന്നാണ് ഞാൻ ഒരു പരിപാടിക്ക് പോയപ്പോ ഒരു പയ്യനെ കൊണ്ട് പറഞ്ഞു, ഈ ഷർട്ട് ഇന്നലെ ഇട്ടതല്ലേ പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ പറയരുത് പറഞ്ഞു. അങ്ങനെ ആരെങ്കിലും നിങ്ങളാരും പറഞ്ഞു തെറ്റിട്ട് നിങ്ങൾ ആരും ഒന്നും പറയരുത്. നിങ്ങൾ സങ്കടപ്പെടാതെ ഒരു പുഞ്ചിരി പോലെ ഇരുന്ന നിങ്ങൾക്ക്
അതല്ല അതിന്റെ 4 ഇരട്ടി വിലയുള്ള ഷർട്ട് വാങ്ങാൻ പറ്റൂ. എന്താണെങ്കിലും തോറ്റു പോകരുത്, ജയിക്കണം. 69 പടത്തിൽ ഒരു വേഷത്തിന് വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതെന്തായാലും ഉറപ്പായി നടക്കും. ഈ 4ാം ക്ലാസ്സുകാരെ എന്ന് സഹായിക്കണം. പോയി കണ്ടിട്ടുണ്ടായി. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ണിക്കണ്ണ തല ആ പടത്തിൽ കാണണമെന്ന് എന്നോ ദൈവം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിയോഗം പോലെ അത് നടന്നിരിക്കും. അപ്പൊ അത് നടക്കുന്ന ദിവസത്തിന് ഞങ്ങളും കാത്തിരിക്കുകയാണ്. Thank you so much once again and all the best for all you coaches. Can you take back your stage? And yes, that was Unikkan and Bakalam and they were very, very dear. Thank you so much, the both of you. And with that, എനിക്ക് തോന്നുന്നു നമ്മളുടെ ഒരു അടിപൊളി വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഇവിടെ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു നിമിഷത്തിൽ ഇനി നമുക്ക് വേണ്ടത് കുറച്ചധികം സന്തോഷവും ആഘോഷവുമാണ്. ആൻഡ് ആഘോഷം